കളമശ്ശേരി കൂനംതയ്യിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന വീട്ടമ്മ കൊല്ലപ്പെട്ട കേസിൽ പ്രതി പിടിയിലായിരിക്കുകയാണ്. കാക്കനാട് സ്വദേശിയായ ഗിരീഷ് ബാബുവാണ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. പെരുമ്പാവൂർ ചുണ്ടക്കുഴി കോരോത്തുകുടി വീട്ടിൽ ജെയ്സി എബ്രാഹിമിനെയാണ് അപ്പാർട്ട്മെന്റിൽ കൊല്ലപ്പെട്ട നിലയിൽ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത്. 50 വയസ്സായിരുന്നു. മോഷണ ശ്രമത്തിനിടെ നടത്തിയ അരുംകൊലയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേസമയം ജെയ്സിയുടെ സ്വർണവും പണവും മോഷ്ടിക്കാൻ വേണ്ടിയായിരുന്നു കൊലപാതകം നടത്തിയത്. കൊല്ലപ്പെട്ട ജെയ്സി എബ്രാഹിമിന്റെ പരിചയക്കാരൻ കൂടിയാണ് ഗിരീഷ്. ജെയ്സിയുടെ പക്കൽ സ്വർണവും പണവും ഉണ്ടെന്നറിഞ്ഞാണ് ഇയാൾ കൊലപാതകം പ്ലാൻ ചെയ്തതും അത് നടപ്പിലാക്കിയതും പോലീസ് വ്യക്തമാക്കി. നേരത്തെ ഹെൽമറ്റ് ധരിച്ച് അപ്പാർട്ട്മെന്റിലെത്തിയ യുവാവിന്റെ ദൃശ്യങ്ങൾ CCTVയിൽ നിന്ന് പോലീസിന് ലഭിച്ചിരുന്നു. ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത്. ഈ അന്വേഷണത്തിനൊടുവിലാണ് പ്രതി പിടിയിലാകുന്നത്. കൊലപാതകം നടന്ന ദിവസം ഇയാൾ അപ്പാർട്ട്മെന്റിലേക്ക് എത്തുന്നതും 2 മണിക്കൂറിന് ശേഷം തിരിച്ചു പോകുന്നതും ദൃശ്യങ്ങളിലുണ്ട്. ജെയ്സിയുടെ ആഭരണങ്ങളും 2 മൊബൈൽ ഫോണുകളും നഷ്ടപ്പെട്ടിരുന്നു. തലയിൽ 10ഓളം മുറിവുകളുണ്ടെന്നും തലയ്ക്ക് പിന്നിൽ വളരെ ആഴത്തിലുള്ള വലിയ മുറിവുണ്ടെന്നും പോലീസ് വ്യക്തമാക്കിയിരുന്നു. അപ്പാർട്ട്മെന്റിന്റെ മുന്നിലെ വീട്ടിൽ നിന്നാണ് നിർണായകമായ CCTV ദൃശ്യം ലഭിച്ചത്. ഹെൽമറ്റ് ധരിച്ചാണ് എത്തിയതെങ്കിലും ഇയാളുടെ ബൈക്ക് സമീപത്തെ CCTVയിൽ ഒന്നും തന്നെ പതിഞ്ഞിട്ടില്ല. ബൈക്ക് മറ്റെവിടെയെങ്കിലും ഒളിപ്പിച്ച ശേഷമാകാം അപ്പാർട്ട്മെന്റിലേക്ക് എത്തിയതെന്ന് സംശയിച്ചിരുന്നു. ഇയാൾ വന്നുപോയ സമയത്താണ് ജെയ്സി കൊല്ലപ്പെട്ടതെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമാവുകയും ചെയ്തു. 10ഓളം മുറിവുകളാണ് ദേഹത്തുണ്ടായിരുന്നത്. നെറുകയിൽ ആഴത്തിൽ പല മുറിവുകളുണ്ട്. ഇവയാണ് മരണകാരണം. തലക്കടിച്ച് കൊലപ്പെടുത്തി മുഖം വികൃതമാക്കി ശുചിമുറിയിൽ ഉപേക്ഷിച്ചതാകാമെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ജെയ്സിയുടെ മൊബൈൽ ഫോണുകളുടെ കോൾ വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. യുവാവിന് പുറമെ മറ്റ് പലരും മുൻ ദിവസങ്ങളിൽ വന്നുപോയിരുന്നു. ഇവരെ ഓരോരുത്തരെയായി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു പോലീസ്. ഇതിനെല്ലാം ഒടുവിലാണ് ഗിരീഷിലേക്ക് പോലീസ് എത്തിച്ചേർന്നത്. ഭർത്താവുമായി അകന്നു കഴിയുന്ന ജെയ്സി 1 വർഷമായി കളമശ്ശേരിയിലെ ഈ അപ്പാർട്ട്മെന്റിലാണ് താമസം. കാനഡയിൽ ജോലിയുള്ള ഏക മകൾ അമ്മയെ ഫോണിൽ വിളിച്ച് കിട്ടാതായപ്പോൾ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. അതിക്രൂരമായ കൊലപാതകം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. ജെയ്സിയുടെ മുഖം വികൃതമാക്കിയിരുന്നു. ശുചിമുറിയിലാണ് ജെയ്സിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അന്നേ ദിവസം അപ്പാർട്ട്മെന്റിലെത്തിയ എല്ലാവരുടെയും വിവരങ്ങളെല്ലാം തന്നെ പോലീസ് ശേഖരിച്ചിരുന്നു. അതിനൊടുവിലാണ് ഇപ്പോൾ പ്രതിയിലേക്ക് എത്തിച്ചേരാൻ പോലീസിന് സാധിച്ചത്.